അഹസ്വേരുസിന്റെ മകനും ജനനം കൊണ്ട് മേദിയക്കാരനും കൽദാരുടെ ദേശത്ത് രാജാവുമായിരുന്ന ദാരിയൂസിന്റെ 1-ാം ഭരണവർഷം. അവന്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലായ ഞാൻ ജെറമ്യാ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്നും അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവെ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂദയായിലെയും ജെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിന്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയാണ് നിഴലിക്കുന്നത്. കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്കും എതിരെ അവിടുന്ന് സംസാരിച്ച വാക്ക് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തിക്കൊണ്ട് അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ജെറുസലേമിന് സംഭവിച്ചതുപോലുള്ള നാശം ആകാശത്തിന് കീഴിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു. എന്നിട്ടും അങ്ങയുടെ സത്യം ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല. അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തി. എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ്. ഞങ്ങളോ അവിടുത്തെ സ്വരം അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് ശക്തമായ കരത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി. അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവൃത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധഗിരിയായ ജെറുസലേം നഗരത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും നിമിത്തം ജെറുസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയമായി. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. എൻ്റെ ദൈവമേ, അങ്ങ് ചെവി ചായ്ച്ച് കേൾക്കണമേ. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയാലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവെ, ശ്രവിക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ. കർത്താവെ, ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ. എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അക്രമം നിർത്തിവെക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്ര വയ്ക്കുന്നതിനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഗ്രഹിക്കുക. ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടതു മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നതുവരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ. അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം പ്രളയമായിരിക്കും.
അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായി ഉടമ്പടി ഉണ്ടാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിന്റെ ചെറുകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരുത്തും. ദൈവം ഒരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നതുവരെ അതവിടെ നിൽക്കും. പേർഷ്യ രാജാവായ സൈറസിന്റെ 3-ാം ഭരണവർഷം ബെൽത്തഷാസർ എന്ന് വിളിക്കപ്പെടുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു. ദാനിയേലെന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവന്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അവന്റെ കൈകാലുകൾ മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിന്റെ ഇരുമ്പൽ പോലെയുമായിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടൊപ്പമുണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടി ഒളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു. എന്റെ ശക്തി ചോർന്നുപോയി. എന്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി. എന്റെ ശക്തിയേറ്റു. അപ്പോൾ ഞാൻ അവന്റെ സ്വരം കേട്ടു. അവന്റെ സ്വരം ശ്രവിച്ച് ഞാൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന് മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എന്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വായ് തുറന്ന് സംസാരിച്ചു. എന്റെ അടുത്ത് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭു, ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എന്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസന് അങ്ങയോട് സംസാരിക്കാനാകും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭു, സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാനിപ്പോൾ പേർഷ്യയുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിന്റെ കാവൽദൂതൻ വരും. സത്യത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ കാവൽദൂതനായ മിഖായേൽ ഒഴികെ എന്റെ പക്ഷത്ത് നിന്ന് ഇവർക്കെതിരെ പൊരുതുവാൻ ആരുമില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയെ, ആത്മീയ പോരാട്ടത്തിൽ എന്നെ സഹായിക്കണമേ. അങ്ങ് എന്റെ പക്ഷം ചേരുകയും ശത്രുവിന്റെ സകല ശക്തികൾക്കുമെതിരായി സ്വർഗീയ സൈന്യവ്യൂഹങ്ങളോടൊപ്പം പൊരുതുകയും ചെയ്യണമേ. അങ്ങയുടെ ഊരിയ വാളിന്റെ മുനയുടെ മൂർച്ചയും അങ്ങയുടെ സൈന്യത്തിന്റെ ബലവും ബാഹുല്യവും
ദുഷ്ടസാത്താനും അവന്റെ സംഘത്തിനും നല്ലതുപോലെ അറിവുള്ളതാണല്ലോ. അങ്ങയുടെ സ്വർഗീയ അധികാരത്തിന്റെ പ്രകാശപൂർണമായ സാന്നിധ്യത്തിൽ അന്ധകാര ശക്തികൾ അകന്ന പലായനം ചെയ്യട്ടെ. തന്ത്രപൂർവ്വം ചതിക്കുകയും ദൈവകൃപയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന സാത്താനെയും അവന്റെ കൂട്ടാളികളെയും ആട്ടി അകറ്റണമേ. അവന്റെ എല്ലാ ദുഷിച്ച ഉദ്യമങ്ങളെയും പദ്ധതികളെയും പാടെ തകർക്കണമേ. നാശം വിതയ്ക്കുന്ന സാത്താനെ ബന്ധിച്ച് നരകത്തിൽ തള്ളണമേ. അലറുന്ന സാത്താന്റെ ഭീകര പ്രവൃത്തികൾക്ക് അറുതി വരുത്തണമേ. ദുഷ്ടന്റെ ആധിപത്യമുള്ള വ്യക്തികളിൽ നിന്നും, വസ്തുക്കളിൽ നിന്നും, സ്ഥലങ്ങളിൽ നിന്നും, അന്തരീക്ഷ ശക്തികളിൽ നിന്നും, നിഗൂഢവും പ്രകടവുമായ, എനിക്ക് അറിയാവുന്നതും ഇല്ലാത്തതുമായ എല്ലാ മേഖലകളിൽ നിന്നും എനിക്കും എൻ്റെ ശുശ്രൂഷകൾക്കും കുടുംബത്തിനും യാത്രകൾക്കും സ്വർഗീയമായ കാവലും കരുതലും നൽകണമേ. അതുവഴി അപകടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ എല്ലാം നീങ്ങിപ്പോകട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയെ ദൈവവചനം ധ്യാനിക്കുവാനും അനുസരിക്കുവാനും ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുവാനും ദൈവഹിതം അറിഞ്ഞ് അനുവർത്തിക്കുവാനും ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും തടസ്സം നിൽക്കുന്ന, സർവോപരി ആത്മനാശത്തിന് കാരണമായ വിധത്തിൽ പലവിധ തഴക്കദോഷങ്ങൾക്ക് അടിമപ്പെടുത്തുകയും വിശ്വാസ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്യുന്ന ദുഷ്ടസാത്താനെ അവന്റെ എല്ലാ സംഘങ്ങളോടുമൊപ്പം നിത്യനരകാഗ്നിയിലേക്ക് തള്ളണമേ. മടി, അലസത, ആസക്തികൾ, എല്ലാം വൈകുന്ന, നീട്ടിവെക്കുന്ന സ്വഭാവദൂഷ്യങ്ങളും തിന്മ വിട്ടുപേക്ഷിക്കുവാൻ കഴിയാത്ത ബലഹീന പ്രവണതകളും കൂദാശകളോടും ദൈവാരാധനകളോടുമുള്ള മടുപ്പ്, താല്പര്യമില്ലായ്മ, അവിശ്വാസം, ഇതിന് കാരണമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന നാരീയ ശക്തികളുടെ എല്ലാ അരുവികളെയും അങ്ങ് ബന്ധിക്കണമേ. ഇവയിൽ നിന്നെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും അങ്ങ് വിടുതലും സംരക്ഷണവും നൽകണമേ. എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കണമേ. കുടുംബാംഗങ്ങളുടെ കുറവുകളും പോരായ്മകളും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണക്കടി കുതിരപ്പുറത്ത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും മുറിവുകളേൽക്കാതെ ജീവൻ സംരക്ഷിക്കുവാൻ യൂദാസ് മക്കബൂസിനും സംഘത്തിനും കോട്ടകെട്ടി സംരക്ഷണം നൽകിയതുപോലെ ഈ ആത്മീയ പോരാട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും എപ്പോഴും സംരക്ഷിക്കണമേ. ദാനിയേൽ 12 തിരുവചന പ്രകാരം ഈ അവസാന നാളുകളിൽ മഹാപ്രഭുവായ ദൈവജനത്തിന്റെ കാവൽക്കാരനും സംരക്ഷകനുമായ വിശുദ്ധ മിഖായേലേ, അങ്ങ് ഉണർന്നെഴുന്നേൽക്കണമേ. അങ്ങ് സാത്താനെ ബന്ധിച്ച് നിത്യനരകാഗ്നിയിൽ തള്ളണമേ. തിരുസഭയെയും ലോകജനതയെയും അങ്ങ് സംരക്ഷിക്കണമേ. ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും പൂർവികരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, പ്രത്യേകിച്ച് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ, ദൈവത്തിന്റെ പരിശുദ്ധിക്കും സ്നേഹത്തിനും നിരക്കാത്ത പ്രവൃത്തികൾ, തന്നോട് തന്നെയും കുടുംബത്തോടും തിരുസഭയോടും കൂദാശകളോടും പൗരോഹിത്യ ശുശ്രൂഷകളോടും സമർപ്പിത ജീവിതങ്ങളോടും ആത്മീയ പിതാക്കന്മാരോടും സർവശക്തനായ ദൈവമേ അങ്ങയോടുമുള്ള ബന്ധത്തിലും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, മനസ്സറിവോടെയും അല്ലാതെയും ചെയ്തു പോയ സകല പാപങ്ങൾക്കും കാരണമായ പൈശാചിക ശക്തികളുടെ ആധിപത്യങ്ങളെ തകർക്കണമേ. 1 യോഹന്നാൻ 2 തിരുവചന പ്രകാരം യേശുക്രിസ്തുവിന്റെ ലോകം മുഴുവനും വേണ്ടിയുള്ള പരിഹാര ബലിയിൽ ആശ്രയിച്ച് എനിക്കും കുടുംബത്തിനും തലമുറകൾക്കുമായി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള എല്ലാ സാത്താനിക ശക്തികളുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും വിശുദ്ധ മിഖായേൽ മാലാഖയെ അങ്ങ് വെട്ടിയകറ്റണമേ. ഒന്നിലും പുരോഗതിയില്ലാത്ത, നരകിച്ച, ദരിദ്രമായ എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ. പിശാച് തലമുറയായി തടഞ്ഞു വെച്ചിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ തലമുറയിൽ വന്നു ചേരട്ടെ. അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെല്ലാം എല്ലാ മേഖലയിലും അനുഗ്രഹവും അഭിഷേകവും പ്രാപിച്ചവരായി ലോകത്തിൽ കാണപ്പെടട്ടെ, അറിയപ്പെടട്ടെ, ഉയർത്തപ്പെടട്ടെ. അങ്ങനെ തന്നിൽ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവമഹത്വം ലോകത്തിൽ വെളിപ്പെടട്ടെ. കുടുംബജീവിതത്തിലും ശുശ്രൂഷാ മേഖലകളിലും വഴക്കുകളും വൈരാഗ്യങ്ങളും മടുപ്പും പിന്തിരിപ്പിന്റെ പ്രത്യാശയില്ലാത്ത ചിന്തകളും രോഗങ്ങളും തകർച്ചകളും വാക്കുതർക്കങ്ങളും പഴിചാരലുകളും പരസ്പരമുള്ള കുറ്റാരോപണങ്ങളും ഇതിനു കാരണമായ വിധത്തിലുള്ള ശക്തികളുടെ ആധിപത്യങ്ങളെയും അവന്റെ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അങ്ങ് ദൂരെ അകറ്റണമേ. കഴിവുള്ള എല്ലാവിധത്തിലും ദൈവവചന ശുശ്രൂഷ വിപുലമാക്കുവാൻ വിശുദ്ധ മിഖായേലേ, എന്നെയും എൻ്റെ സഹശുശ്രൂഷകരെയും കുടുംബത്തെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാനും നിലനിൽക്കുവാനും ദൈവിക പുണ്യത്തിൽ വളർന്ന് അനേകരെ വളർത്തുവാനും നശിക്കുന്ന ആത്മാക്കളെ നേടുവാനും തിരുസഭയുടെ ഉണർവിനും വളർച്ചയ്ക്കുമായി മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പ്രകടമായ അടയാളത്തോടെ ശുശ്രൂഷകളിൽ ദൈവശക്തി വെളിപ്പെടുകയും തിന്മകൾ വിട്ടുപോവുകയും ചെയ്യട്ടെ. ദൈവജനം എന്നോട് ചേർന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനും ഇടയാകട്ടെ. പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും കരുണ കാണിക്കുവാനും എളിമപ്പെടുവാനും എന്നെ ബലപ്പെടുത്തണമേ. ഇതിന് വിരുദ്ധമായിട്ടുള്ള പൈശാചിക സ്വാധീനങ്ങളെ അങ്ങ് വിടുവിക്കണമേ. റോമ 16:20 തിരുവചന പ്രകാരം ദുഷ്ടസാത്താനെ തല തകർക്കുവാൻ എൻ്റെ പാദങ്ങളെ ശക്തിപ്പെടുത്തുകയും സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കാനും സ്വതന്ത്രരാക്കുവാനും സൗഖ്യം നൽകി ഉയർത്തുവാനും എൻ്റെ ശുശ്രൂഷകളിൽ എനിക്ക് കോട്ടയായിരിക്കണമേ. പാപശാപ രോഗ ദുരിതങ്ങളിൽ നിന്നും ജനതകൾ ശുശ്രൂഷകളിലൂടെ വിടുതൽ പ്രാപിക്കുവാൻ ഇടവരുത്തണമേ. അതുവഴി വ്യക്തികൾ, കുടുംബങ്ങൾ, കൂട്ടായ്മകൾ എല്ലാം ഉണരട്ടെ.
എല്ലാവരും ദൈവവചന ശക്തി അറിയട്ടെ, സത്യദൈവത്തിൽ വിശ്വസിക്കട്ടെ, ഏക മനസ്സോടെ ആദിമസഭയിൽ എന്നവണ്ണം പരിശുദ്ധാത്മ നിറമായി കൂട്ടമായി ആരാധിക്കട്ടെ. തിരുസഭയുടെ പാലകനായ വിശുദ്ധ മിഖായേലെ, ദൈവരാജ്യ ശുശ്രൂഷകർക്കായി ആവശ്യമായ സമ്പത്തും ഉപകരണങ്ങളും ക്രമീകരിച്ചു നൽകണമേ. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ശുശ്രൂഷ, ഏറ്റവും മനോഹരമായി അഭിഷേകം പകർന്നു ചെയ്യുവാനുള്ളത് സംരക്ഷിക്കണമേ. ഇല്ലാത്തത് ക്രമീകരിക്കണമേ. കേടായത് ശരിയാക്കണമേ. നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കുവാനും സഹായിക്കണമേ. മറവിയും വ്യഗ്രതയും പലവിചാരവും മൂലം ദൈവരാജ്യ ശുശ്രൂഷ വികലമാകാതിരിക്കട്ടെ. അകാരണമായ ഭയങ്ങളും ആശങ്കകളും എടുത്തു മാറ്റണമേ. അതിന് കാരണമായ പൈശാചിക സ്വാധീനങ്ങളെ അങ്ങ് ദൂരത്തിൽ അകറ്റണമേ. നിത്യജീവനിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ പൂർണ്ണധൈര്യത്തോടെ സുവിശേഷ വേല ചെയ്യുവാനും എന്നെ ശക്തനാക്കണമേ. ലോകത്തിന്റെ വ്യർത്ഥതകളിലും ജഡത്തിന്റെ ആസക്തികളിലും എല്ലാവിധ ദുർമോഹങ്ങളിലും അകപ്പെടാതെ അതിന് കാരണമായ സാധാരണ പ്രലോഭശക്തികളെ അടിമപ്പെടുത്തുവാനും വിശുദ്ധ മിഖായേലെ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ വിമല നിർമ്മല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ദൈവിക നീതിയിലും പൈതൃക സ്നേഹത്തിലും ചേർന്ന് ജീവിക്കുവാനും യേശുവാകുന്ന വഴിയിലും സത്യത്തിലും ജീവനിലുമായിരിക്കുവാനും എന്നെ ബലപ്പെടുത്തണമേ. അതിനായി അങ്ങയുടെ സ്വർഗീയമായ എല്ലാ അധികാരവും അങ്ങ് പ്രയോജനപ്പെടുത്തണമേ. എന്റെ കാവൽ മലാഹയോടും സ്വർഗീയ വിശുദ്ധരോടും എല്ലാ മോശവാസികളോടും ചേർന്ന് എനിക്കും കുടുംബത്തിനും ശുശ്രൂഷകൾക്കും സ്വർഗീയമായ സംരക്ഷണം നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം മുതൽ ഇവിടം വരെയുള്ള പ്രാർത്ഥന മുഴുവൻ കേട്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പ്രാർത്ഥന മുഴുവനായും നിങ്ങൾ അടുപ്പിച്ച് 7 ആഴ്ച അഥവാ 49 ദിവസം ചൊല്ലണം. ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിപ്പോയാൽ വീണ്ടും 1 മുതൽ തുടങ്ങണം. കാരണം അടുപ്പിച്ച് 7 ആഴ്ച ചൊല്ലിയാൽ മാത്രമേ നിങ്ങളുടെ പ്രത്യേക നിയോഗം പൂർണ്ണമായും നടന്നു കിട്ടുകയുള്ളൂ. ആദ്യം പ്രാർത്ഥന പറഞ്ഞു തരാം. ഇതിൽ നമ്മൾ ചൊല്ലുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 9, 10 അധ്യായങ്ങൾ, സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയത്തോടുള്ള പ്രാർത്ഥന, വിശ്വാസപ്രമാണം, വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള മുഴുവൻ പ്രാർത്ഥന എന്നിവയാണ്. ആദ്യം പ്രാർത്ഥന ചൊല്ലാൻ കാരണം ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഒരു വട്ടം കേട്ടാൽ മതി. പക്ഷേ പ്രാർത്ഥന അടുപ്പിച്ച് 49 ദിവസം ചൊല്ലേണ്ടതാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ബൈബിൾ നോക്കി വായിക്കാം, എന്നിട്ട് ബാക്കി പ്രാർത്ഥന ചൊല്ലാം. സമയം കുറവുള്ളവർ യാത്ര ചെയ്യുമ്പോഴോ മറ്റ് ജോലികൾ ചെയ്യുമ്പോഴോ ഒക്കെ ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലിത്തരുന്നത് കേട്ട് അതിൻ്റെ ഒപ്പം മനസ്സിൽ ഏറ്റു ചൊല്ലുക. പ്രാർത്ഥന കഴിയുമ്പോൾ നിർത്തിവെക്കാം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് പ്രകാരം 70 ആഴ്ചകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് 7 ആഴ്ചകൾ തുടർച്ചയായി മുടങ്ങാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. പറ്റുന്നവർ നോയമ്പ് നോറ്റ് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കിട്ടുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും. ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വർഷങ്ങളായി പലവിധ കാരണങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ചിലപ്പോൾ വീട്ടിലുള്ളവർ തമ്മിൽ വഴക്കായിരിക്കും. ഇത് രണ്ടുമില്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും. അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. 49 ദിവസം തുടർച്ചയായി ഈ ഒരു പ്രത്യേക നിയോഗം പറഞ്ഞ് കുടുംബത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീട്ടിലൊരാൾക്ക് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുകയും കുടുംബത്തിലേക്ക് സമാധാനം തിരികെ വരാനും തുടങ്ങി. ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നവർ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ മുൻപിൽ എളിമയുള്ളവർ ആയിരിക്കുക എന്നുള്ളതാണ്. 1 വർഷം മുഴുവൻ പ്രാർത്ഥന ചൊല്ലിയാലും നിങ്ങൾ മറ്റുള്ളവരെ പറ്റി തിന്മ സംസാരിക്കുകയും മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടുകയും ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ പ്രാർത്ഥന എന്നല്ല ഒരു പ്രാർത്ഥനയും ഫലം കാണില്ല. സ്വയം എളിമപ്പെടുത്തി വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസത്തോടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതാം: ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയാലല്ല, അങ്ങയുടെ മഹത്തായ കാരണത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ.
എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ, എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്.